മുഴുവൻ മുറിയുന്നു, ദേഹം മുഴുവൻ മുറിയുന്നു, ദേഹം മുഴുവൻ മുറിയുന്നു. ഇസ്രായേലിന്റെ ഹുങ്കാരം, ഇസ്രായേലിന്റെ ഹുങ്കാരം, ഇസ്രായേലിന്റെ ഹുങ്കാരം, ഇസ്രായേലിന്റെ ഹുങ്കാരം. ഒന്നിനു പിറകെ ഒന്നായി, ഒന്നിനു പിറകെ ഒന്നായി മനുഷ്യരുടെ ഭരിക്കുമ്പോൾ ഐക്യദാർഢ്യം 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 ഐക്യദാർഢ്യം. രക്തം കട്ടപിടിക്കുന്നു, രക്തം കട്ടപിടിക്കുന്നു, രക്തം കട്ടപിടിക്കുന്നു, ദേഹം മുഴുവൻ മുറിയുന്നു, ദേഹം മുഴുവൻ മുറിയുന്നു, ദേഹം
സിന്ദാബാദ് ഐക്യദാർഢ്യം സിന്ദാബാദ് ഐക്യദാർഢ്യം സിന്ദാബാദ് ഐക്യദാർഢ്യം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഫലസ്തീനിലെ ജനതയ്ക്ക് ഡിവൈഎഫ്ഐയുടെ ഐക്യദാർഢ്യം ധ്വംസനത്തിനെതിരായി ലോകത്താകെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്രായേലി ഭീകരതയ്ക്കെതിരായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ും ലംഘിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ശക്തമായ പ്രതിഷേധം നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീകര താണ്ഡവത്തിന് 7 പതിറ്റാണ്ടിലേറെ കാലത്തിനോടൊപ്പം ഐക്യദാർഢ്യപ്പെടേണ്ടുന്ന നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 2ാം ലോക മഹായുദ്ധത്തിനോട്ട് വെച്ച ബഫലോ കരാറും ഉൾപ്പെടെ ബാൽഫർ കരാറും ഉൾപ്പെടെയുള്ള ലോകമനങ്ങളും ആരംഭിച്ച രാഷ്ട്രീയ സാഹചര്യം ലോകത്തിന്റെ മുന്നിലുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഐക്യരാഷ്ട്ര സംഘടന തന്നെ മുന്നോട്ട് വെച്ച വിഭജന കരാറുമായി ജൂതരാഷ്ട്രമെന്ന തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം ഒരു ജനതയെ ഉന്മൂലനം ചെയ്ത് സയനിസ്റ്റ് ഭീകരത താണ്ഡവമാടിയ ഘട്ടത്തിൽ UNO അതിനനുസൃതമായ കരാർ വിഭജന കരാർ ചെയ്ത ഏറ്റവും ഉദാത്തമായ തങ്ങളുടെ രാഷ്ട്രമെന്ന് പറയുന്ന തങ്ങളുടെ രാഷ്ട്രത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള തങ്ങളുടെ ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്നതാണ്. യാസർ അറാഫത്ത് ഒരു ഘട്ടത്തിൽ പറയുന്നു, എന്റെ ഒരു കയ്യിലുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ ഒരു മനുഷ്യൻ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ കേരളത്തിന്റെ സുരക്ഷയിലിരിക്കുന്ന നമ്മൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാവും. നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു മണ്ണിൽ നിന്നും അവിടെ കൊല ചെയ്യപ്പെടുകയോ ശത്രു രാജ്യങ്ങളുടെ ആക്രമണത്തിന് വിധേയമായിട്ട് അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വരികയും പിന്നീട് അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ കഴിയേണ്ടി വരികയും ആ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ പോലും ഒരു തരത്തിലുള്ള ഭക്ഷണമോ വെള്ളമോ സുരക്ഷയോ ലഭിക്കാതിരിക്കുമ്പോൾ അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ എത്രമാത്രം ദയനീയമാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ സ്വീകരിച്ച നിലപാടാണ് ഈ രാജ്യത്തിന്റെ ഇതുവരെ നമ്മൾ സ്വീകരിച്ച. എന്നാൽ
മഹിളാ അസോസിയേഷനെയും ഡിവൈഎഫ്ഐയെയും SFIയെയും സംബന്ധിച്ചിടത്തോളം, അഥവാ ഇടതുപക്ഷ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ മാത്രം പ്രസക്തമാകുന്ന വിഷയമല്ല പലസ്തീൻ വിഷയം. അത് നിരന്തരം നീതി നിഷേധിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഈ ഭൂമുഖത്ത് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. നാളും നേരവും നോക്കി നിലപാട് സ്വീകരിക്കേണ്ട വിഷയമല്ല. ഏതു സന്ദർഭത്തിലും ചരിത്രത്തിലെ ഏതു ബിന്ദുവിലും നാം പലസ്തീനിലെ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പമാണ്. അതൊരു നിലപാടാണ്. അതിന് തിരഞ്ഞെടുപ്പൊന്നും ബാധകമല്ല. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളിൽ റഫേലെ മനുഷ്യക്കുരുതിക്കെതിരായി സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനത്തിന്റെ ഘട്ടത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന മനുഷ്യപക്ഷ നിലപാട് ഉയർത്തിക്കൊണ്ട് ഈ ഘട്ടത്തിൽ ഈ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികളും യുവജനങ്ങളും മഹിളകളും ആകെ ഒന്നിച്ചുകൂടുകയും യുദ്ധത്തിന് 6 ഭൂഖണ്ഡങ്ങളിൽ 45 രാജ്യങ്ങളിൽ ലോകത്തിലെമ്പാടും ആർത്തിരമ്പുന്ന ആ രാഷ്ട്രം രാഷ്ട്രത്തെയും മനുഷ്യനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ, അടിച്ചമർത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരുടെ ധീരവിലാപങ്ങൾ ഉയരുന്നുവെങ്കിൽ, ആ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിന്റെ മുൻവാദിയാണ്. കവികൾ ഈ കാര്യം വെള്ളക്കാരന്റെ അടിച്ചമർത്തലുകൾക്കെതിരായ പ്രതിരോധതയാണ്. ആ കവിതയിൽ കൃഷ്ണവാര്യർ എഴുതുന്നുണ്ട്, എങ്ങു മനുഷ്യരു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. എങ്ങു മനുഷ്യരു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു എന്ന് അദ്ദേഹം എഴുതുകയാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യനെ ചെങ്ങലകളാൽ ബന്ധിതനാക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യന്റെ മുതുകിൽ ഉടമയുടെ ചാട്ടവാർ ആഞ്ഞു പതിക്കുന്നുവെങ്കിൽ, വേദന അനുഭവിക്കുന്നത് ഞാനാണ്, മലയാളിയാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ വേദനിക്കുന്നുവെങ്കിൽ ആ വേദന എന്റെ കൂടി വേദനയാണ് എന്ന് NV കൃഷ്ണവാര്യർ എഴുതുന്നു. അതിന്റെ പേരാണ് മാനവികത, മനുഷ്യത്വം, മനുഷ്യ സ്നേഹം. നമ്മളിപ്പോ റാഫയിലെ മനുഷ്യരെ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നമ്മളിൽ ആരും ഒരു പക്ഷേ പലസ്തീനിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി വ്യക്തിബന്ധമുള്ളവരായിരിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലാത്തവരെങ്കിലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അതൊരു തിരിച്ചറിവാണ്. ലോകത്തെ ഏതു രാജ്യത്തും ജീവിക്കുന്ന മനുഷ്യൻ എന്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്ന് തിരിച്ചറിയുന്ന ആ സാഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് എല്ലാ അനീതികൾക്കും കുരുതികൾക്കുമെതിരെ നമുക്ക് നിലപാട് സ്വീകരിക്കാനാവുക. ആ നിലപാട് ലോകമെമ്പാടും മനുഷ്യർ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് എല്ലാ കാലത്തും. അമേരിക്കയുടെ ഉപരോധത്തിൽ വലഞ്ഞ സമയത്ത് ക്യൂബയെ സഹായിക്കാൻ നാം മുന്നിട്ടിറങ്ങി. കേരളത്തിൽ വീടുകളും കടകളും കയറിയിറങ്ങി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് അത് കപ്പലിൽ ക്യൂബയിൽ ഹവാനയിൽ എത്തിച്ചു കൊടുത്ത പാരമ്പര്യം കേരളത്തിലെ ബഹുജന പ്രസ്ഥാനങ്ങൾക്കുണ്ട്. നിക്കരാഗുയിൽ അമേരിക്കൻ സൈന്യം അവിടുത്തെ കാപ്പി കർഷകരെ കൊന്നൊടുക്കി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് കോഫി ബ്രിഗേഡ് എന്ന് പേരിട്ടുകൊണ്ട് ലോകമെമ്പാടും വിദ്യാർത്ഥികളും യുവജനങ്ങളും നിക്കരാഗു എന്ന രാജ്യത്തേക്ക് കടന്നു എന്ന് അവിടുത്തെ കാപ്പി കർഷകരെ സഹായിച്ചത്, പിന്തുണച്ചത്. അമേരിക്കൻ സൈന്യം ബാഗ്ദാദിനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോഴാണ് 10,000-കണക്കിന് വരുന്ന ഇറാഖിലെ കുട്ടികൾ ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ ആശുപത്രിയിൽ മരിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനം മെഡിക്കൽ സ്റ്റോറുകളും ആശുപത്രികളും കയറിയിറങ്ങി ജീവൻ രക്ഷാ മരുന്നുകൾ ശേഖരിച്ച് അത് ഇറാഖിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇതൊക്കെ മനുഷ്യത്വത്തിന്റെ ചില അടയാളങ്ങൾ, ചില സൂചനകൾ മാത്രമാണ്. വരുന്ന വാർത്തകളാണ് ഇസ്രായേലിന്റെ യുദ്ധത്തെ പരാജയപ്പെടുത്തണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗ്രീസിലെ തൊഴിലാളി വർഗം
അവിടുത്തെ തുറമുഖങ്ങളിൽ ഇസ്രായേലിലേക്ക് ആയുധം കയറ്റി പോകുന്ന കപ്പലുകൾ ഉപരോധിക്കുകയാണ്. ബെൽജിയത്തിൽ ആയുധ ഫാക്ടറികളിൽ നിന്നും ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്ന ആയുധങ്ങൾ കപ്പലിലും വിമാനത്തിലും കയറ്റാൻ അവിടുത്തെ കയറ്റിറക്ക് തൊഴിലാളികൾ വിസമ്മതിച്ചു. ബെൽജിയത്തിലെ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ പണിമുടക്കിൽ ഏർപ്പെട്ടു. ഞങ്ങൾ യുദ്ധത്തിനെതിരാണ് എന്ന നിലപാട് അവർ സ്വീകരിക്കും. ബ്രിട്ടനിലെ കെന്റിൽ BAE എന്ന ഫാക്ടറിയാണ് ഇസ്രായേലിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ആ ഫാക്ടറിയിൽ നിന്നും ആയുധങ്ങൾ കയറ്റിയ ലോറികൾ തുറമുഖത്തേക്ക് കപ്പൽ കയറ്റുന്നതിന് വേണ്ടി പോയപ്പോ ആ ലോറികൾ ഉപരോധിക്കാൻ കെന്റ് ഫാക്ടറി തൊഴിലാളികൾ സംഘടിതരായി രംഗത്ത് വന്നു. ലോകമെമ്പാടും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം ഈ യുദ്ധത്തിൽ പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുകയും അവിടേക്കുള്ള ആയുധം തങ്ങളാൽ കഴിയുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട് വിമാനത്താവളങ്ങളിൽ, റോഡിൽ, തുറമുഖങ്ങളിൽ തടഞ്ഞിടാനും തയ്യാറായ ഒരു വാർത്തയാണ് ലോകത്തിലെ വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിൽ ഇന്നലെ പുറത്തു വന്നൊരു വാർത്തയുണ്ട്. ഈ ലോകവികാരത്തിന്റെ മുന്നിൽ അമേരിക്ക പോലും അല്പം പതറി. അമേരിക്കയിലെ ക്യാമ്പസുകളിലാകെ വിദ്യാർത്ഥികൾ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി രംഗത്തിറങ്ങി. അപ്പോ അമേരിക്ക പോലും ഇസ്രായേലിന് ഈ യുദ്ധത്തിന് നൽകിയ പിന്തുണയിൽ നിന്ന് ഒരല്പം പുറകോട്ട് മാറി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഭംഗിവാക്കെങ്കിലും പറയേണ്ടതായി വന്നു. ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെ കൊടുക്കുന്ന ആയുധ പിന്തുണ നിർത്തിവെച്ചു. അപ്പോഴാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ഇസ്രായേലിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങളുമായി ഒരു കപ്പൽ, മരിയാന ഡാനിക്ക എന്ന ചരക്കു കപ്പൽ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുക. ആ ചരക്കു കപ്പൽ പക്ഷേ ഒരു ഇടത്താവളമായി മറ്റന്നാൾ സ്പെയിനിന്റെ തെക്കു കിഴക്കൻ തുറമുഖമായ കാർട്ടജേനയിൽ എത്തേണ്ടതാണ്. എന്നാൽ സ്പെയിന്റെ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബറാസ് ലോകത്തിന്റെ മുൻപാകെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇന്ത്യൻ കപ്പലിനെ സ്പെയിനിന്റെ തുറമുഖത്ത് പ്രവേശിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ലോക മനസാക്ഷിയുടെ മുന്നിൽ ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യ എന്ന രാജ്യം ഇന്ന് നാണം കെട്ടു നിൽക്കുകയാണ്. നാം